നിങ്ങളൊരു വീഡിയോയിലോട്ട് റീച്ച് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മേ ബി യു നീഡ് ടു ഹിയർ ദിസ് റൈറ്റ് നൗ. എനിക്ക് എന്തോ എന്റെ ഒരു ഇൻറ്റ്യൂഷൻ അങ്ങനെ പറയുന്നു. ദാറ്റ് നിങ്ങൾക്ക് കറന്റ് ലൈഫിൽ ഏത് ഫേസിൽ കൂടിയാണ് പോകുന്നത് എനിക്ക് അറിയില്ല. ലോ ആണോ, ഹൈ ആണോ, വേഴ്സ്റ്റ് ആണോ, ഇല്ലെങ്കിൽ ടോട്ടൽ ബ്രോക്കൺ ആയിരിക്കുവാണോ, അടിപൊളി സക്സസ് ആണോ, ഒന്നും എനിക്കറിയില്ല. ബട്ട് ഐ ജസ്റ്റ് വാണ്ട് ടു ലെറ്റ് യു നോ വൺ തിങ് ദാറ്റ് ലൈഫിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതിനേക്കാളും മുന്നായിട്ട് ഒരുപാട് ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് ചീത്ത എക്സ്പീരിയൻസ് ലൈഫിൽ ഉണ്ടാവാം. അത് ഭയങ്കര ശരിയാണ്. കാരണം ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എന്റെ ലൈഫിൽ ഭയങ്കര വേർസ്റ്റസ്റ്റ് ടു വേർസ്റ്റസ്റ്റ് ഫേസ് ഉണ്ടായിരുന്നു. ബട്ട് അന്ന് ഞാൻ അവിടെ ഗിവപ്പ് ചെയ്യാതിരുന്നതുകൊണ്ട്, അന്ന് ഞാനത് വിട്ടുകൊടുക്കില്ല എന്നൊരു വാശിയോടെ മുന്നോട്ട് പോയോണ്ട് മാത്രമാണ് ഇന്ന് പ്രൗഡ്ലി ഞാൻ ഒരു വീഡിയോ എടുക്കുന്നത്. ഇന്ന് ഞാൻ എന്റെ ലൈഫിലെ പല ആസ്പെക്ട്സിൽ നോക്കുന്ന സമയത്ത്, കരിയർ വൈസ് ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയ വൈസ് ആയിക്കോട്ടെ, പേഴ്സണൽ മെന്റൽ ക്ലാരിറ്റി വൈസ് ആയിക്കോട്ടെ, ഫിറ്റ്നസ് വൈസ് ആയിക്കോട്ടെ, ഞാൻ അത്യാവശ്യം കുറച്ച് ഗ്രോത്തും റിസൾട്ടും നല്ല കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഇന്നത് കാണാനുള്ള റീസൺ അന്ന് ഞാനവിടെ വിട്ടുകൊടുക്കാതെ മുന്നോട്ട് വന്നിട്ട് മാത്രമാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ. ലൈഫിൽ ഹാർഡ് ഫേസസ് വരുന്ന സമയത്ത്, ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത്, എന്നെ കൊണ്ട് ഇനി പറ്റില്ല എന്നുള്ള അത്രയ്ക്കും വരുന്ന സമയത്താണെങ്കിലും ജസ്റ്റ് ആ ഒരു ഫീൽ എക്സ്പീരിയൻസ് ചെയ്യുക. അല്ലാതെ അവിടെ തളർന്നു പോകാൻ നിൽക്കരുത്. അവിടെ വിട്ടിട്ട് പോകാനും ലൈഫ് തന്നെ വേണ്ടാന്ന് വെക്കാനും ആരെ കൊണ്ടും പറ്റും. ഞാൻ ഇപ്പോഴൊക്കെ റിസൾട്ട് ഇൻസ്റ്റാഗ്രാമിൽ പല ചെറിയ ആൾക്കാർ പോലും പല പ്രശ്നത്തിന് വേണ്ടി സൂസൈഡ് ചെയ്യുന്നത് കാണലുണ്ട്. സോ ഒന്ന് ആലോചിക്കുക, നമ്മൾ വിചാരിക്കുന്നത്ര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കില്ല ആ ഒരു പ്രശ്നം. ഇന്ന് എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ ഒരു സമയത്ത്, പെർട്ടിക്കുലർലി ആ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര വലുത് തന്നെയായിരിക്കും. ആരൊക്കെ എന്തൊക്കെ വന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാലും നമുക്ക് എന്താ പറയാ, അത് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. കാരണം അപ്പത്തെ നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റിൽ നമുക്കാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രോബ്ലം ഉള്ളതെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ടു ബി ഓണസ്റ്റ് ഞാൻ പറയുവാണ്, നമുക്ക് നമ്മള് ഓവർ തിങ്ക് ചെയ്ത് അതിന് കോംപ്ലിക്കേറ്റ് ചെയ്ത് അത്രയും വേസ്റ്റ് ആക്കുവാണ്. നമ്മൾ വിചാരിക്കുന്ന അത്ര പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും അവിടെ ഉണ്ടാവണമെന്നില്ല. നമുക്ക് തോന്നുന്നതാണ് അത് അത്രയും വലുതാണെന്നുള്ള കാര്യം. അത് സിംപ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലോസ്ഡ് ആയിട്ടുള്ള ആൾക്കാരോടെങ്കിലും സംസാരിക്കുക, അല്ലെങ്കിൽ ആരോടെങ്കിലും പറയുക. നിങ്ങളുടെ ക്ലോസ്ഡ് ആയിട്ടുള്ള ആൾക്കാരോട്, നാട്ടുകാരോട് പറയാനല്ല ഞാൻ പറയുന്നത്. എല്ലാം നിങ്ങൾ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുമ്പോൾ പ്രഷർ കൂടത്തേ ഉള്ളൂ. അപ്പൊ ആ ഒരു സമയത്ത്, ആ ഒരു പെർട്ടിക്കുലർ ഫേസിൽ ഞാൻ പറയുന്ന ഒരു കാര്യം, ജസ്റ്റ് നിങ്ങൾ ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യുക, ഒരു പെയിൻ അത് ഗോ ത്രൂ ചെയ്യുക ആൻഡ് മനസ്സിലാക്കുക എന്റെ നല്ല സമയം വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ടൈമിൽ അതിന്റെ വാല്യൂ എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഇത്രയും പെയിനിൽ കൂടെ പോകേണ്ടി വരുന്നത്. അല്ലാത്ത പക്ഷം എപ്പോഴും നല്ലത് നടക്കണമെന്നെ സംബന്ധിച്ചോളം ഒരു വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നോ, അല്ലെങ്കിൽ നല്ലതിന്റെ വാല്യൂ, അല്ലെങ്കിൽ ഞാൻ എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആണെന്നുള്ള കാര്യം അവർ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ചില സമയത്ത് നല്ല ഡൗണും നല്ല പെയിനും കാര്യങ്ങളൊക്കെ തരാം. കാരണം ഇനി വരാൻ പോകുന്ന നല്ലൊരു സമയത്ത് നമുക്ക് ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കാനായിട്ട്, അതിന് വാല്യൂ ചെയ്യാനായിട്ട്, അല്ലെ, ഹോപ്പ് കൈവിടാതിരിക്കുക. അയ്യോ തീർന്നു എന്ന് പറഞ്ഞിട്ട് ഇരിക്കാതിരിക്കുക. കാരണം ലൈഫിൽ എല്ലാം ടെമ്പററി ആണ്. നല്ല കാര്യങ്ങളും ടെമ്പററി തന്നെയാണ്, അതേപോലെ തന്നെ ചീത്ത കാര്യങ്ങളും ടെമ്പററി തന്നെയാണ്. ടൈം വിൽ ചേഞ്ച്. നമ്മുടെ ലൈഫ് തന്നെ ടെമ്പററി അല്ലേ. ഒരു ദിവസം നമ്മൾ എല്ലാവരും ഇവിടുന്ന് പോകാൻ തന്നെയാ പോകുന്നത്. നെഗറ്റീവ് പറയുന്നവരും പോവും, പോസിറ്റീവ് പറയുന്നവരും പോവും. ഹൂ എവർ ഇഫ് ഇറ്റ് ഈസ്, മനുഷ്യന്മാരാണെങ്കിൽ ഒരു ടൈമില് ലൈഫ് വിൽ എൻഡ്, അല്ലെ. അപ്പൊ എല്ലാം ടെമ്പററി ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൊരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജനിക്കുന്ന ഒരു ടൈം ആകുമ്പോൾ മരിക്കണോ. അപ്പൊ അതിന്റെ ഇടയിൽ ഇത്രയും പ്രശ്നങ്ങൾ വരും, നല്ല കാര്യങ്ങൾ വരും, ചീത്ത കാര്യങ്ങൾ വരും. എന്തിനാ ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് നമ്മുടെ ആ ഒരു മൊമെന്റിനെ എന്തിനാ കളയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ലൈഫിനെ എന്തിനാ വേസ്റ്റ് ചെയ്യുന്നത്, അല്ലെ. സോ നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല നമ്മുടെ ലൈഫ് അവസാനിപ്പിക്കാന്നൊരു ഡിസിഷൻ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ ഭൂമിയിൽ വന്നു, നമ്മൾ പോകേണ്ട സമയത്ത് നമ്മൾ പോവും. അതിന്റെ ഇടയിൽ നമ്മൾ എന്തിനാണ് നമ്മുടെ ലൈഫിന് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്, എന്തിനാ ഇത്രയും മിസറബിൾ ആക്കുന്നത്. നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റില്ലേ, നല്ല ഹാപ്പി ആയിട്ട്. ശരിയാണ്, ഇമോഷൻസ് വരും, അപ്സ് ആൻഡ് ഡൗൺസ് വരും, അത് എക്സ്പീരിയൻസ് ചെയ്യുക. അതിനുശേഷം കം ബാക്ക് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കാൻ ട്രൈ ചെയ്യുക, ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കാൻ ട്രൈ ചെയ്യുക. നിങ്ങളെ കൊണ്ട് പറ്റുന്നത്ര, അതായത് നിങ്ങൾക്ക് എന്താണോ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത്, പൈസ ആണെങ്കിൽ പൈസ ഉണ്ടാക്കുക, നല്ല ലിങ്ക് ഫിറ്റ്നസ് ആണെങ്കിൽ എൻജോയ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ലൈഫിൽ ജീവിക്കുക. അല്ലാതെ എന്താ പറയുക, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അങ്ങനെ ഇങ്ങനെ, അയ്യോ എനിക്ക് ബാഡ് ഫേസ് വന്ന് ഞാൻ ലൈഫിനെ എൻഡ് ചെയ്യാണ്, അങ്ങനത്തെ ഒരു ഡിസിഷനിലോട്ടൊന്നും ഒരിക്കലും വരാതിരിക്കുക. ആൻഡ് എന്താ പറയാ, എഗെയിൻ ഞാൻ റിപ്പീറ്റ് ചെയ്യണം, എവറിത്തിങ് ഇസ് ടെമ്പററി. അത് ആദ്യം നമ്മൾ റിയലൈസ് ചെയ്യുന്നത് നമുക്ക് കുറച്ച് ആശ്വാസം വരും. ഓക്കെ, ഞാൻ ബാഡ് ഫേസിലാ പോകുന്നത്, ഈ സമയവും മാറും. ഞാൻ നല്ല ഫേസിലാ പോകുന്നത്, അതും ടെമ്പററി ആണെന്ന് മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് അഹങ്കരിക്കാനുള്ള ഒരു ടൈം ഉണ്ടാവില്ല. ഓ എനിക്ക് എല്ലാം ഉണ്ട്, ഞാൻ വലിയ എന്തോ തേങ്ങയാണ് എന്നൊന്നും പറയാനുള്ള ടൈം നമുക്ക് ഉണ്ടാവില്ല. അങ്ങനെയൊന്നും ചിന്തിക്കുക പോലും ഇല്ല നമ്മൾ. കാരണം നമുക്ക് അറിയാം എല്ലാം ടെമ്പററി ആണ് എന്നുള്ള കാര്യം. സോ അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ലൈഫിൽ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്, എനിക്ക് എന്ത് കിട്ടിയാലും ഐ എം ഗ്രേറ്റ്ഫുൾ. എനിക്ക് എന്താണോ കറന്റ് ഉള്ളത് അതിന് ഞാൻ 100% ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം അതുപോലും ഇല്ലാത്ത, നമ്മൾ വിചാരിക്കും നമ്മുടെ പ്രശ്നമാണ് ഏറ്റവും വലുത്, പക്ഷെ അതിനേക്കാളും എത്രയോ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മളൊന്ന് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നും നമുക്ക് ദൈവം തന്നിരിക്കുന്നത് എത്ര ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ആണെന്നുള്ള കാര്യം. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ ദാറ്റ് ഡോണ്ട് ലൂസ് യുവർ ഹോപ്പ്, ജസ്റ്റ് വെയിറ്റ് ഫോർ യുവർ ഗുഡ് ഫേസ്. എല്ലാ രാത്രിക്ക് ശേഷം ഒരു രാവിലെ വരുന്ന പറയല്ലേ, അത് ഉറപ്പാണല്ലോ. രാത്രി കഴിഞ്ഞാൽ രാവിലെ വരില്ലേ എന്നുള്ള കാര്യം ആർക്കും ഒരു ഡൗട്ടൊന്നുമില്ല. എല്ലാവർക്കും അറിയാം രാത്രി കഴിഞ്ഞാൽ രാവിലെ വരും. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ബാഡ് ഫേസ്, ബാഡ് സിറ്റുവേഷൻ എത്ര വേഴ്സ്റ്റ് ആണെന്നുണ്ടെങ്കിലും അതിനുശേഷം നല്ലൊരു ടൈം വരാനിരിക്കുന്നുണ്ട്. അപ്പൊ അതിലും ഡൗട്ട് അടിക്കേണ്ട കാര്യമില്ല, എന്തായാലും വരും. സോ ജസ്റ്റ് വെയിറ്റ് ഫോർ ദാറ്റ് ഗുഡ് ടൈം. അറ്റ് ദ സെയിം ടൈം ഈ ഒരു ബാഡ് ഫേസിലും ഹോപ്പ് കൈവിടാതെ, ധൈര്യം കൈവിടാതെ ലൈഫിനെ ഫേസ് ചെയ്യുക. ഡോണ്ട് റൺ ബാക്ക്. ഒളിച്ചോടാൻ ആരെ കൊണ്ടും പറ്റും. ജസ്റ്റ് ഫേസ് ഇറ്റ് വിത്തൗട്ട് എനി ഫിയർ. എന്തെന്നെ വരും, മാക്സിമം എന്തെന്നെ നടക്കും, അതിനപ്പുറത്തോട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. ആ ഒരു ചിന്തയോട് കൂടിയിട്ട് അതിനെ ഫേസ് ചെയ്യുക ആൻഡ് വെയിറ്റ് ഫോർ ദാറ്റ് ഗുഡ് ടൈം. ഇറ്റ് വിൽ കം ഫോർ ഷുവർ. ഓക്കെ, സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ.